Hello guys, welcome back to my YouTube channel. ഇന്ന് നമ്മൾ അധികം ഇറങ്ങാത്ത പരിപാടിയിലേക്കാണ് because ഒരു ചെറിയ ഒരു കുക്കിംഗ് പരിപാടിയാണ്. വേറെ ഒന്നുമല്ല. നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ കുറെ കഫേസിലൊക്കെ അവൈലബിൾ ആണ് ക്രേപ്പ്. അപ്പോൾ ഞാൻ നോക്കും ഓർഡർ ചെയ്താലൊന്നും കിട്ടുന്നൊരു ഇതിലല്ല ഇപ്പോൾ ഉള്ളത്. കുറച്ച് ദൂരെ ഉള്ള കഫേസിലൊക്കെയാണ് ഇവിടെ ക്രേപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ക്രേപ്പ് കഴിക്കണം എന്ന് തോന്നി. നമുക്ക് അത്യാവശ്യം സംഭവം എല്ലാം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ക്രേപ്പ് ഉണ്ടാക്കാം. സോ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ആൻഡ് ക്രേപ്പ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ക്രേപ്പിന്റെ പൗഡർ, അതായത് മിക്സ് കിട്ടും. അത് എന്തോ മിൽക്കാ മറ്റോ വെച്ചിട്ടാണ് പിന്നെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അത്രേ ഉള്ളൂ അതിന്റെ മിക്സ് മേടിക്കുകയാണെങ്കിൽ. പക്ഷെ ഞാൻ വിചാരിച്ചു അതിൽ വലിയൊരു എൻ്റെ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഐ ജസ്റ്റ് തിങ്ക് ഞാൻ തന്നെ എന്ത് ചെയ്യാം, ഫസ്റ്റ് മുതലേ അങ്ങ് ഉണ്ടാക്കാം ക്രേപ്പ്. അപ്പോൾ ഇന്ന് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രേപ്സ് ഉണ്ട്. അതിൽ ഞാൻ ട്രൈ ചെയ്ത ക്രേപ്സ് എന്ന് പറയുന്നത് ഒന്ന് ബനാന ന്യൂട്ടല്ല ക്രേപ്സും പിന്നെ സ്ട്രോബെറി ന്യൂട്ടല്ല ക്രേപ്സും പിന്നെ ഞാൻ ട്രൈ ചെയ്തത് പിന്നെ ഒരു വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ സ്ട്രോബെറി വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്ന ഒരു ക്രേപ്പും, അങ്ങനെ അതാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂട്ടല്ല പ്ലസ് ബനാന ക്രേപ്പ്. ആൻഡ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പം എന്താ ചെയ്യാൻ അറിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ ജാപ്പനീസ് കൺട്രീസിലൊക്കെ ആണെന്ന് തോന്നുന്നു കൂടുതലും ക്രേപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ഉള്ളതെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയില്ല. ഞാനൊരു ജാപ്പനീസ് കാര്യം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ let's do it together. Come on. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രേപ്പിനുള്ള ഡോ തയ്യാറാക്കാൻ ഉള്ളതാണ്. ഞാനിവിടെ കുറച്ച് ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗറും സോൾട്ടും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കയ്യിൽ നിന്ന് പോയാൽ അടി കിട്ടും. അതാലോചിച്ചിട്ട് കുറച്ച് സ്ട്രെസ് എനിക്കുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 2 എഗ്ഗ്, ഓ മൈ ഗോഡ്, രണ്ട് എഗ്ഗും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് some milk. കൂടി പോകുമോ? ഇതെന്താ ഇങ്ങനെ? നമ്മളിത് ശരിയാക്കി എടുക്കും. No worries. ഇത് ക്രേപ്പെല്ലാം കൂടെ ചപ്പാത്തി മാവിനെ കഴിച്ച പോലെയായി. അതിന്റെ ഇടയിൽ വിശന്ന് വലഞ്ഞ് നമ്മുടെ മേഡം എത്തിയിട്ടുണ്ട്. ഇനി മേഡത്തിന് എന്തെങ്കിലും കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കി. ഹലോ ഗൈസ്, വെൽക്കം ടു മമ്മാസ് വ്ലോഗ്. അങ്ങനെ ഫൈനലി നമ്മൾ പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്യണേ. അത് ഈ എഗ്ഗിൻ്റെ ഒക്കെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് കുറച്ച് മതിടാ. ഞാൻ എത്ര മതി ഓവറായാലും
നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതില്ലേ ചെപ്പു? ഓക്കെ, എനിക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു 15 മിനിറ്റ്സ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ക്രേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ക്രേപ്പും ഉണ്ടാക്കിയെടുക്കാം. ദോശ വേറെ ഒന്നിലും ഒരു കഴിവില്ലെങ്കിലും കഴിവില്ലെങ്കിലും ദോശ ചുടാൻ എനിക്ക് നല്ലൊരു കഴിവുള്ളതുകൊണ്ട് ഈ ക്രേപ്പ് എളുപ്പത്തിൽ ചുട്ടെടുക്കാം എന്നുള്ളൊരു പേഴ്സണൽ അഹങ്കാരം എനിക്കുണ്ട്. അത് പൊളിയോ ഇല്ലോ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഞാൻ ഈ പാനിലാണ് ചുട്ടെടുക്കുന്നത്. ചൂടായിട്ടില്ല, ചൂടാവട്ടെ. ഇത് അടച്ചു വെക്കണം അല്ലേ? നാളെപ്പെടുത്തിട്ട് വരാം. പാന് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് ഒഴിച്ചു നോക്കാം. ഇതൊന്നും ചുറ്റിച്ചെടുക്കാൻ എത്ര കാര്യം വേണ്ടി വരും? ആക്ച്വലി ഞാൻ എടുത്തത് കുറച്ച് ചെറുതാന്ന് തോന്നുന്നു. Oh my god, what is this? സൂര്യകാന്തി പൂ ആയതിനൊക്കെ ഒന്ന് കുറച്ചുകൂടെ കട്ടി കുറക്കണം തോന്നുന്നു. സംഭവം ഇത് സെറ്റാണ്. നല്ല സ്മെല്ലുണ്ട്. പിന്നെ നല്ലൊരു കറിപ്പിന്റെ സ്മെല്ലുണ്ട്. പിന്നെ ഇതുണ്ടോ, ആക്ച്വലി ഇത് ലുക്സ് ലൈക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടതുപോലെ തന്നെ. എനിക്കൊന്ന് മാവിന്റെ അളവ് കുറഞ്ഞതിന്റെ പ്രശ്നമാണ്. നമുക്കൊരു പെട്ടെന്നൊരു ഇത് ഒരു 2 എണ്ണം ഒഴിച്ചു നോക്കാം. 2 പ്രാവശ്യം. എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. It looks better. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അയ്യോ, മുടി ഭാഗം. ഓ മൈ ഗോഡ്, ഞാൻ ഇത്രയും നല്ലൊരു കുക്കായിരുന്നോ? എന്നിട്ടാണ് ഞാൻ കിച്ചണിൽ കയറാറ്. മോശം കിട്ടുന്നില്ലേ? ആവേശത്തിൽ പോയാലൊരു സംശയം. ഇങ്ങനെ ക്രേപ്പ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് കിട്ടിയത് 4 ക്രേപ്പാണ് തോന്നുന്നു. 4 ക്രേപ്സ് ആട്ടോ കിട്ടിയത്. അപ്പോൾ ക്രേപ്സ് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിനെ ഇതാക്കാൻ ന്യൂട്ടെല്ല ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി. ന്യൂട്ടെല്ല ഡബിൾ ബോയിൽ ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ ഡയറക്റ്റായിട്ട് ഇതാക്കാം. പക്ഷേ എനിക്ക് ഇത്ര കട്ടി വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഓ മൈ ഗോഡ്, ഇതിൻ്റെ അടിയിൽ ചൂടുവെള്ളം കേട്ടോ.
ഓരോന്നും ഉണ്ടാക്കിയെടുക്കട്ടാ. ഇനി പിന്നെ ഈ സൂര്യകാന്തി പൂവോ നിൽക്കുന്നതൊക്കെ നമുക്ക് മുറിച്ചാണ്. എന്നിട്ട് മുന്നോട്ടുള്ള ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ഇതാക്കുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പഴം വെച്ച് കൊടുക്കാം. പഴം കുറച്ചധികം പഴുത്തു പോയോ എന്നൊരു സംശയം. നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാമേ. അങ്ങനെ നമ്മുടെ ഒരു ക്രേപ്പ് റെഡിയായി. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് മൊഞ്ച് കൂട്ടാൻ ഞാൻ ഇത്രയും ചെയ്തെടുത്തേ. മൊഞ്ച് കൂട്ടാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പൈപ്പും ബാഗൊന്നും ഇല്ലാത്തത് കൊണ്ട് വരുന്നില്ല. ഇത് ഉണ്ടോ? മുട്ടല്ല വരൂല. എന്തോ ആയത്? നിർത്തണം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. കാണാൻ നല്ല ബോറാണ്. ഇപ്പോൾ കഴിച്ചു നോക്കാം. Wow. Look wise little എന്താ പറയുക മെസ്സിയാണ്. പക്ഷെ ടേസ്റ്റ് ശരിക്കും നമ്മൾ കഫേസിലൊക്കെ കിട്ടുന്ന ക്രേപ്പിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്നത് ഫാന്റാസ്റ്റിക്. ഓ മൈ ഗോഡ്. It's too good. And ഈ അവസരത്തിൽ ഐ മിസ് മൈ ഹസ്ബൻഡ്. ഓനിക്കും ഇങ്ങനത്തെ എല്ലാം സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഓനെ മിസ് ചെയ്യും. എന്നാൽ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കട്ടെ. ബാക്കി ഉണ്ടെങ്കിൽ ഫാമിലിക്ക് കൊടുക്കാം. ക്യാമറമാൻക്ക് കൊടുത്തിട്ട് ലെയർ കിട്ടും. ഇപ്പം തന്നെ കയ്യിലൊരു ചുറ്റിയും പിടിച്ചാണ് നിൽക്കുന്നത്. സോ പോക്കും കൊടുത്ത് ബാക്കിൻ്റെ ഫാമിലിക്കും കൊടുത്ത് ഞാൻ കഴിക്കട്ടെ. ആൻഡ് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, എളുപ്പമാണ്. ആകെ കുറച്ച് 2-3 സാധനങ്ങൾ മതി. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. Bye guys, and I hope you like this video. And അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye. See you next video.